നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് സമരം തുടങ്ങി. വിവിധ കേന്ദ്രങ്ങളിൽ ധർണാ സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരത്തിൽ ട്രാഫിക് യൂണിറ്റ് നിലവിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് കൗണ്ടർ തുറന്നു. ലോട്ടറി മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യം. ലോട്ടറി സംരക്ഷണ സമിതി ധർണാ സമരം നടത്തി. സ്ഥിരം അധ്യാപകരെ നിയമിക്കാത്തതിൽ പ്രതിഷേധം. നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരം തുടങ്ങി. ബിജെപി ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടി നയിക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പെരുങ്കളിയാട്ടത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് പ്രക്ഷോഭം തുടങ്ങി. KPCC ആഹ്വാനം പ്രകാരം വിവിധ കേന്ദ്രങ്ങളിൽ ധർണാ സമരം നടന്നു. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ഗവൺമെന്റ് കൃഷിക്കാർക്ക് ആശ്വാസകരമായ നടപടികളോ പദ്ധതികളോ നടപ്പാക്കാതെ വരൾച്ച അനുഭവിക്കുന്ന കൊടിയ കടുത്ത മഴയെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്കൊന്നും പരിഹാരം കണ്ടെത്താൻ, അതിനൊക്കെ നഷ്ടപ്രതിഫലം നൽകാൻ സന്നദ്ധമാകാതെ കൃഷിക്കാരുടെ താല്പര്യങ്ങളെ ചവിട്ടിമതിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ രാജ്യത്താകെ കർഷക സമൂഹം ഈ ഗവൺമെന്റിനെതിരായി തങ്ങളുടെ ജനരോഷം ഇന്നിപ്പോ ഉയർത്തിപ്പെടുന്ന ഘട്ടത്തിലാണ് നാം ഇന്നിപ്പോ ഈ പ്രതിഷേധ ധർണാ പരിപാടി മൂന്നാം ഘട്ട സമര പരിപാടി എന്നുള്ളതിൽ നടത്തും. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ബാബുരാജ് അധ്യക്ഷനായി. അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, DV ബാലകൃഷ്ണൻ, പത്മനാഭൻ ഐങ്ങോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അശോക് ഹെഗ്ഡെ സ്വാഗതവും KP മധു നന്ദിയും പറഞ്ഞു. ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷന് കീഴിൽ കാഞ്ഞങ്ങാട് ട്രാഫിക് യൂണിറ്റ് നിലവിൽ വന്നു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് കൗണ്ടറും പ്രവർത്തനം തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് മോചനമേകാനായി ട്രാഫിക് യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. പ്രത്യേക യൂണിറ്റിൽ 2 SI-മാരെയും 6 പോലീസുകാരെയും നിയമിച്ചിട്ടുണ്ട്. ട്രാഫിക് പോലീസ് നഗരത്തിൽ സദാസമയവും പ്രവർത്തന സജ്ജമാകും. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് കൗണ്ടർ തുറന്നതോടെ ഓട്ടോ യാത്രികരുടെ പരാതിയും ഇല്ലാതാവും. E ചന്ദ്രശേഖരൻ MLA ട്രാഫിക് യൂണിറ്റിന്റെ ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും അതിനിടയിൽ ഉണ്ടായ ചില അടിയന്തര ആവശ്യങ്ങളും കാര്യങ്ങളും പരിഗണിച്ചാണ് അത് 5-ാം തീയതിയിലേക്ക് മാറിയത്. എന്നാൽ അത് ഇപ്പോൾ ഇവിടെ അദ്ദേഹം സൂചിപ്പിച്ചു, ഇതൊരു ജിയോ അനുസരിച്ചുള്ള ഒരു സർക്കാരിൻ്റെ അംഗീകൃത ട്രാഫിക് യൂണിറ്റ് ആവുന്നില്ല. ജില്ലാ പോലീസ് മേധാവിയുടെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം സംഘടിപ്പിച്ചെടുത്ത ഏതാനും ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് 6 പോലീസുകാർ സ്ഥിരമായി ഇതിലുണ്ടാവുമെന്ന് പറയുന്നു. 2 പേർ എയ്ഡ് പോസ്റ്റ് ഉണ്ടാവും. അപ്പോൾ 8 പേര് വരും. ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ചിലരുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് ഇത് നടപ്പാക്കാൻ പോകുന്നത്. ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A ശ്രീനിവാസ് അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ K ദിവ്യ, പ്രഭാകരൻ വാഴുന്നൂറടി, TV ശൈലജ, M പൊക്ലൻ, ബഷീർ വെള്ളിക്കൊത്ത്, കൗവൽ ദാമോദരൻ, അഡ്വക്കേറ്റ് P ബാബുരാജ്, A ദാമോദരൻ, CI TP സുമേഷ്, DYSP PL സുരേന്ദ്രൻ, CI U പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോട്ടറി സംരക്ഷണ സമിതി സമരം തുടങ്ങി. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. സേവന നികുതി പിൻവലിക്കുക, ഏജൻസി കമ്മീഷൻ വർദ്ധിപ്പിക്കുക, സമ്മാനഘടന പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സേവന നികുതി ലോട്ടറി മേഖലയെ തകർക്കുകയാണ്. കേരള ലോട്ടറി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ധർണ CPIM നേതാവ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല നമ്മുടെ രാജ്യത്തെ സർക്കാരുകൾ. എന്നാൽ ഉപജീവനത്തിന് വേണ്ടി സ്വയം തൊഴിൽ കണ്ടെത്തി ഈ ലോട്ടറി മേഖലയിൽ ഏജന്റുമാരും വിൽപ്പനക്കാരും ഒക്കെ ആയിട്ടുള്ള
പാവപ്പെട്ട ആളുകളുടെ ജീവിതം പൊട്ടിക്കാൻ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുത്താൻ KM ശ്രീധരൻ അധ്യക്ഷനായി. എ ദാമോദരൻ, DV അമ്പാടി, ഹരിഹരൻ നായനാർ, മധുസൂദനൻ നമ്പ്യാർ, സന്തോഷ് കാറ്റാടി, C പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ പ്രക്ഷോഭം തുടങ്ങി. DMO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മുടങ്ങിക്കിടക്കുന്ന സ്റ്റൈപ്പൻഡ് പുനഃസ്ഥാപിക്കുക, നഴ്സിംഗ് അധ്യാപകരുടെ സ്ഥിര നിയമനം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരത്തിനിറങ്ങിയത്. DMO ഓഫീസിന് മുന്നിൽ നടത്തിയ സമരം DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിലെല്ലാവരും ഒരേ ശബ്ദത്തിൽ പറയുന്നത് ഇങ്ങനെ വെള്ളക്കുപ്പായമിട്ടിരിക്കുന്നവർ ദൈവത്തിന്റെ മാലാഖമാരെന്നാണ്. ദൈവത്തിന്റെ മാലാഖമാരായ ആതുര ശുശ്രൂഷ രംഗത്ത് സ്വയം അർപ്പിതമായ മനത്തോടെ ദുരിതം പേറുന്നവരെ സഹായിക്കുന്നതിന് സന്നദ്ധമായ മനസ്സോടെ ഈ മേഖലയിലേക്ക് വരുന്നവരാണ് നിങ്ങൾ. എന്നാൽ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ദൈവത്തിന്റെ മാലാഖമാരെ പോലും വെറുതെ വിടില്ലെന്ന് തീരുമാനിക്കുന്നവരായി കേരളത്തിന്റെ അധികാരികൾ മാറുകയാണ്. ജില്ലാ പ്രസിഡന്റ് ആയില്യ അധ്യക്ഷയായി. SFI ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട്, ജോളി ജോസഫ്, VR രാജു, അഭിലാഷ്, ദിബിൻ രാജ് തുടങ്ങിയവർ സംസാരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് P സുരേഷ് കുമാർ ഷെട്ടി നയിക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. സ്വീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. BJP ജില്ലാ പ്രസിഡന്റ് P സുരേഷ് കുമാർ ഷെട്ടി നയിക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം നൽകി. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ സമാപിച്ചു. മുനിസിപ്പൽ കമ്മിറ്റിയുടെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മത്സരകൃഷ്ണൻ നീലാപ്പീസ് കടപ്പുറത്തിന്റെ രാഷ്ട്രീയ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ അജയകുമാർ നെല്ലിക്കാട്ട് അധ്യക്ഷനായി. BJP ദേശീയ സമിതി അംഗം മടിക്കെ കമ്മാരൻ, ശ്രീധരൻ കാരാക്കോട്ട്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ, കൊവ്വൽ ദാമോദരൻ, SK കുട്ടൻ, E കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. 32 കേരള NCC ബറ്റാലിയൻ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ വാർഷിക പരിശീലന ക്യാമ്പ് നവോദയ വിദ്യാലയത്തിൽ തുടങ്ങി. 700-ലധികം NCC കാഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. 32 കേരള ബറ്റാലിയന്റെ കീഴിൽ വരുന്ന തളിപ്പറമ്പ് മുതൽ കാസർഗോഡ് വരെയുള്ള വിദ്യാലയങ്ങളിൽ നിന്നും കേരളത്തിലെ മറ്റ് ബറ്റാലിയനുകളിൽ നിന്നുമായാണ് NCC കാഡറ്റുകൾ എത്തുന്നത്. ക്യാമ്പിൽ യോഗ പരിശീലനം, ആയുധ പരിശീലനം, ഫയർ ആൻഡ് റെസ്ക്യൂ ഡെമോൺസ്ട്രേഷൻ, ഷൂട്ടിംഗ് പരിശീലനം, തെസബർ സെക്യൂരിറ്റി തുടങ്ങിയ പരിശീലനങ്ങളും നടക്കും. NCC നാഷണൽ ഗെയിംസിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പിൽ വെച്ച് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്യാമ്പ് കമാൻഡന്റ് ലഫ്റ്റനന്റ് കേണൽ A രാജീവൻ, സുബൈദാർ മേജർ ജഗദീശൻ, ശശികുമാർ നമ്പ്യാർ, M ഗോപിനാഥൻ, ഷെർലി മൈക്കിൾ എന്നിവർ സംബന്ധിച്ചു. വാഹനത്തിലെത്തി പാതയോരത്ത് ഖരമാലിന്യം തള്ളി. നീലേശ്വരം പോലീസ് 2 പേരെ അറസ്റ്റ് ചെയ്തു. കിനാനൂർ കരിന്തളത്തെ വാളൂരിയിൽ നിന്നാണ് പോലീസ് ഇവരെ പിടികൂടിയത്. ആക്രി സാധനങ്ങളും ശേഖരിച്ച് ഒരു വാഹനത്തിൽ വരികയായിരുന്നവരാണ് വാഹനം കടന്നു വന്ന പാതയിലും പാതയോരങ്ങളിലും കുപ്പികളടക്കമുള്ള ഖരമാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞത്. കൊല്ലംപാറയിൽ വെച്ച് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വാളൂരിൽ വാഹനം തടഞ്ഞുവെച്ചു. വിവരം പഞ്ചായത്ത് പ്രസിഡന്റ് K ലക്ഷ്മണനെയും നീലേശ്വരം പോലീസിനെയും അറിയിച്ചു. പോലീസ് എത്തി വാഹനവും അതിലുണ്ടായിരുന്ന നീലേശ്വരം കദളിക്കുളം സ്വദേശി ഭദ്രനെയും നെടുങ്കണ്ടയിലെ മാരിമുത്തുവിനെയും കസ്റ്റഡിയിലെടുത്തു. പാതയോരങ്ങളിലെ മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് പരാതികൾ ലഭിക്കാറുണ്ടെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് K ലക്ഷ്മണൻ പറഞ്ഞു. റോഡിന്റെ ഇരുവശവും സ്ഥിരമായി വേസ്റ്റ് കൊണ്ട് തള്ളി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാണ് ഇപ്പോൾ ഈ വണ്ടി പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോൾ പഞ്ചായത്ത് പോലീസിന് കൈമാറുകയാണ്. ശക്തമായ നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്താൽ മാത്രമേ ഈ പ്രവൃത്തി അവസാനിപ്പിക്കുകയുള്ളൂ. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരുപാട് ദുരിതം ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നതിൻ്റെ ഭാഗമായി ഞാനുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നീലേശ്വരം ചിറ്റാരിക്കാർ റോഡിൻ്റെ ഇരുവശവും അനുഭവപ്പെടുന്നത്. പൂർണ്ണമായി നിർത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് സംഘടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ ആവശ്യമായ നടപടി ഞാനുക്കന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. നീലേശ്വരം പോലീസ് നാട്ടുകാരുടെ പരാതിയിൽ സ്വമേധയാ കേസെടുത്ത ഭദ്രനെയും മാരിമുത്തുവിനെയും ജാമ്യത്തിൽ വിട്ടയച്ചു. അന്തിയുറങ്ങാൻ ഗതിയില്ലാത്ത സന്ധ്യയ്ക്ക് വീടൊരുക്കാൻ കാരുണ്യമതികൾ കൈകോർക്കുന്നു. സുമനസ്സുകൾ കരുണ കാട്ടണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വന്തമായി 5 സെന്റ് സ്ഥലമുണ്ടായിട്ടും വീടൊരുക്കാൻ ഗതിയില്ലാതെ കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് വീടൊരുക്കാനാണ് നാട്ടുകാർ കൈകോർക്കുന്നത്. പ്ലാസ്റ്റിക് കൊണ്ടുള്ള കൂരയിലാണ് അജാനൂർ കടപ്പുറത്തെ സന്ധ്യയുടെ കുടുംബം കഴിയുന്നത്.
ഭർത്താവ് സണ്ണി ജോസഫ് നിത്യരോഗിയാണ്. മകളുടെ പഠനത്തിനും മറ്റുമായി സന്ധ്യയ്ക്ക് കിട്ടുന്ന ഏക വരുമാനം മാത്രമാണ് ആശ്രയം. അജാനൂർ പഞ്ചായത്ത് 15-ാം വാർഡ് അംഗം അശോകൻ വിളിച്ചു ചേർത്ത് ഭവന നിർമ്മാണ കമ്മിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഈ മോഡൽ മത്സ്യഗ്രാമത്തിൽപ്പെടുത്തി ഗവൺമെന്റ് മത്സ്യത്തൊഴിലാളികൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഒരു 250ഓളം വീടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും അന്ന് ഇവരുടെ പേരിൽ സ്വന്തമായി സ്ഥലമില്ലാത്ത കാരണം അവർക്ക് ആ ആനുകൂല്യം ലഭിച്ചില്ല. അതൊക്കെ പൂർത്തിയായപ്പോഴാണ് ഇവർക്ക് സ്വന്തമായി 5 സെന്റ് സ്ഥലം അവർ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒപ്പിച്ചു കിട്ടിയത്. പഞ്ചായത്തിന് ആനുകൂല്യം കിട്ടാതെ പഞ്ചായത്ത് മെമ്പർ 15-ാം വാർഡാണ്. 15-ാം വാർഡ് മെമ്പർ അശോകനാണ് ഇതിന്റെ കൺവീനർ. 15-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിന്റെ ആനുകൂല്യം കിട്ടണമെങ്കിൽ കടലിൽ നിന്നും 200 മീറ്ററിന്റെ അകത്ത് ഒരു നിർമ്മാണ പ്രവർത്തനം പാടില്ല എന്നുള്ള നിയമം ഉള്ളത് കൊണ്ട് ഇവർക്ക് ഇപ്പൊ കിട്ടിയ 5 സെന്റ് സ്ഥലം ഈ 200 മീറ്ററിന്റെ അകത്ത് വരുന്നത് കൊണ്ട് ഇവർക്ക് അതിനും ആനുകൂല്യം കിട്ടുന്നില്ല. കാരുണ്യമതികൾ സഹായമെത്തിക്കണമെന്ന് ഭവന നിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ എ ഹമീദ് ഹാജി, കെ രാജൻ, കെ അശോകൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. കാഞ്ഞങ്ങാട് ഇന്ത്യൻ ബാങ്കിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഇനി തൊഴിലാളികളെ തേടി അലയണ്ട. പനയാൽ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് സർവീസ് സെന്റർ തുടങ്ങി. പനയാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ ആരംഭിച്ച ഫാർമേഴ്സ് സർവീസ് സെന്റർ കെ കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇവിടെ രൂപീകരിച്ച ഫാർമേഴ്സ് ക്ലബിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിച്ചത്. നമ്മുടെ നാട്ടിലെ തകർത്തുകൊണ്ടിരിക്കുന്ന കാർഷിക മേഖലയെ പുഷ്ടിപ്പെടുത്താൻ മാർഗമെന്നതിൽ സംസ്ഥാന ഗവൺമെന്റും കൃഷി ഡിപ്പാർട്ട്മെന്റും സഹകരണ സംഘത്തിൻ്റെ സഹായത്തോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിവിധ പരിപാടികളിലൊന്നാണ് നമ്മുടെ കാർഷിക ഉപകരണം എന്ന രീതിയിൽ യന്ത്രോപകരണം നടത്തി കൃഷി എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നതിൻ്റെ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതുപോലെ പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. കാർഷിക സേന സഹകരണ ജോയിന്റ് രജിസ്ട്രാർ VS വത്സരാജ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ജൈവ കർഷകൻ P ബാലകൃഷ്ണനെ ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് കസ്തൂരി ടീച്ചർ ആദരിച്ചു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കുന്നൂച്ചി കുഞ്ഞിരാമൻ, അസിസ്റ്റന്റ് രജിസ്ട്രാർ സജീവ് കർത്ത, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സജിനി മോൾ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് പ്രസിഡന്റ് M കരുണാകരൻ സ്വാഗതവും ചീഫ് അക്കൗണ്ടന്റ് KV ഭാസ്കരൻ നന്ദിയും പറഞ്ഞു. കർഷക തൊഴിലാളി പെൻഷൻ 1000 രൂപയായി ഉയർത്തണമെന്ന ആവശ്യം. KSKTU കൊളവേൽ വില്ലേജ് സമ്മേളനം നടന്നു. KSKTU കൊളവേൽ വില്ലേജ് സമ്മേളനം ഇട്ടമ്മലിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് കൊട്ടറ വാസുദേവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഭരണാധികാരികൾ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ ആളുകളായാലും അതിന്റെ ഘടകകക്ഷികളായാലും അഴിമതിയുടെ ചളിക്കുണ്ടിൽ പൂണ്ടുകിടക്കുകയാണ്. ഞാൻ എൻ്റെ വയസ്സിന്റെ ഇടയിൽ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ഈ നോട്ട് എണ്ണുന്ന യന്ത്രം കണ്ടത് സിൻഡിക്കേറ്റ് ബാങ്കിലാണ്, അല്ല കനറ ബാങ്കിലാണ്, നീലേശ്വരത്തെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അവിടെ ഒരു മുതലാളി വന്നിട്ട് ഡെപ്പോസിറ്റ് അവിടെ 4 കെട്ട് കൊണ്ടുവന്നു. ആ കെട്ട് കൊണ്ടുവന്നപ്പോൾ എന്നോട് കൗണ്ടറിലുള്ള കാഷ്യർ പറഞ്ഞു, സർവ്വത്തിൽ ലേശം കൊണ്ട് അവിടെ നിന്ന് ഇരിക്കും, ഞാനൊന്ന് ഇതൊന്ന് മേടിച്ചപാട് നിങ്ങൾ ഇത് എടുക്കാമെന്ന് പറഞ്ഞു. ആയി ഞാൻ ഇങ്ങോട്ട് മാറി നിന്നപ്പോൾ ഈ കെട്ട് കൊണ്ടുവന്നപ്പോൾ ഇവൻ അവിടെ ഇരിക്കുന്നിടത്ത് ഞാൻ പോയി എഴുന്നേറ്റ് ആ സൈഡിൽ നിന്നു. ഇവൻ അതിന്റെ അകത്തും സൈഡിൽ ഒരു സാധനത്തിൽ ഇത് വെച്ചു കൊടുത്തു, ഒരു കെട്ട്. വില്ലേജ് പ്രസിഡന്റ് MV നാരായണൻ അധ്യക്ഷനായി. വില്ലേജ് സെക്രട്ടറി കമലാക്ഷൻ കൊളവയൽ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആനുകൂല്യങ്ങൾക്ക് അപേക്ഷിച്ചവർക്ക് കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ വിതരണം ചെയ്യണമെന്നും പെൻഷൻ 1000 രൂപയായി ഉയർത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. തൊഴിലുറപ്പ് പദ്ധതിയിൽ കാർഷിക മേഖലയും പ്രകൃതിയും നെൽകൃഷിയും ഉൾപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളായി കമലാക്ഷൻ കൊളവയലിനെ പ്രസിഡന്റായും MV നാരായണനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ PK കണ്ണൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ P ദാമോദരൻ, O കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടന് കുട്ടമത്ത് പൊന്മാലത്ത് ഊഷ്മള സ്വീകരണം. ലൈബ്രറി കൗൺസിൽ ചെറുവത്തൂർ പഞ്ചായത്ത് നേതൃസമിതിയും കുട്ടമത്ത് മലബാർ V രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയം എന്നിവരായിരുന്നു സംഘാടകർ. മലബാർ V രാമൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിനനുവദിച്ച വനിതാ വയോജന പുസ്തക വിതരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും ഇതോടൊപ്പം നടന്നു. K കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ്. ഒളിവിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ നേതാക്കന്മാർ, ഒരുപാട് നേതാക്കന്മാർ, അവർ വെറുതെ ഒളിവിൽ കഴിയുകയല്ല ചെയ്തത്. നാട്ടുകാരുടെ സാംസ്കാരികമായിട്ടുള്ള ബോധം, സാമൂഹ്യ ബോധം, ഇതെല്ലാം വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അവർ ഒളിവിൽ കഴിയുന്ന കാലത്ത് നാട്ടിൻപുറങ്ങളിൽ വയോജന വിദ്യാഭ്യാസം,
അതുപോലെ തന്നെ നിശ്ചല പാഠശാലകൾ, അതുപോലെ ഗ്രന്ഥാലയങ്ങൾ ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ച് എല്ലാം ബോധവൽക്കരണം വളരെ വ്യാപകമായിട്ട് അവർ നടത്തിയിരുന്നു. പുസ്തക വിതരണ കേന്ദ്രം അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. ടി തമ്പാൻ അധ്യക്ഷത വഹിച്ചു. വി ചന്ദ്രൻ, ജി പ്രകാശ്, ഉഷ കുഞ്ഞികൃഷ്ണൻ, ടി സതീഷ് ബാബു എന്നിവർ സംസാരിച്ചു. തമ്പ് മേൽപ്പറമ്പ് ആതിഥ്യമരുളുന്ന 23ാമത് NA ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമ്പ് മേൽപ്പറമ്പ് ആതിഥ്യമരുളുന്ന 23ാമത് NA ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിന് വ്യാഴാഴ്ച തുടക്കം കുറിക്കും. രാത്രി 7 മണിക്ക് മേൽപ്പറമ്പ് ചന്ദ്രഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റ് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ A. ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്യും. 20 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തിൽ കേരളത്തിലെയും കർണാടകയിലെയും വിദേശ രാജ്യങ്ങളിലെയും പ്രമുഖ താരങ്ങളടങ്ങുന്ന ടീമുകൾ മാറ്റുരയ്ക്കും. പരേതനായ NA അബ്ദുള്ളക്കുഞ്ഞിയുടെ സ്മരണാർത്ഥമാണ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനങ്ങൾ സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തമ്പ് മേൽപ്പറമ്പ് അഭിമാന പുരസ്സരം ആതിഥ്യമരുളുന്ന 23ാമത് NA ട്രോഫി സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റ് മെയ് 7-ാം തീയതി രാത്രി 7 മണിക്ക് ചന്ദ്രഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ പ്രത്യേക സജ്ജമാക്കിയ വെൽഫിറ്റ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് കാസർഗോഡ് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഓഫ് പോലീസ് ഡോക്ടർ ശ്രീനിവാസ് IPS ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. കേരള സംസ്ഥാനത്തിലെയും കർണാടകത്തിലെയും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖരായ കളിക്കാരടക്കം 20 പ്രമുഖ ടീമുകളാണ് ഫുട്ബോൾ മാമാങ്കത്തിൽ മാറ്റുരയ്ക്കുന്നത്. സംഘാടക സമിതി ഭാരവാഹികളായ കളക്ടർ മാഹിൻ ഹാജി, യൂസഫ് മേൽപ്പറമ്പ, താജുദ്ദീൻ ചെമ്പരിക്ക, ശ്രീധരൻ നടക്കാൽ, സൈഫുദ്ദീൻ കട്ടക്കാൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തപാൽ RMS ജീവനക്കാർ ബുധനാഴ്ച മുതൽ രാജ്യവ്യാപകമായി അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തപാൽ RMS ജീവനക്കാർ രാജ്യവ്യാപകമായി നടത്തുന്ന അനിശ്ചിതകാല പണിമുടക്ക് ബുധനാഴ്ച ആരംഭിക്കും. തപാൽ വകുപ്പിനെ കമ്പനിയാക്കാൻ ശുപാർശ ചെയ്യുന്ന ടാക്സ് ഫോഴ്സ് റിപ്പോർട്ട് തള്ളിക്കളയുക, GDS ജീവനക്കാരെ 7ാം ശമ്പള കമ്മീഷനിൽ ഉൾപ്പെടുത്തുക, ക്ഷാമബത്തലയനം, ഇടക്കാല ആശ്വാസം അനുവദിക്കുക, പാർട്ട് ടൈം കാഷ്വൽ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുക, പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടത്തുന്നത്. ഏപ്രിൽ 6-ന് പണിമുടക്ക് നോട്ടീസ് നൽകിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. തപാൽ വകുപ്പ് സെക്രട്ടറിയുമായി നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞതിനെ തുടർന്നാണ് പണിമുടക്ക് നടത്തുന്നത്. NFPE, FNPO സംഘടനകൾ ഉൾക്കൊള്ളുന്ന സംയുക്ത സമരസമിതിയാണ് അനിശ്ചിതകാല പണിമുടക്കിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. 150 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള തപാൽ വകുപ്പിനെ 5 കമ്പനിയാക്കാനും ഓഹരി വിൽക്കാനുമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. രാജ്യവ്യാപകമായി 1.55 ലക്ഷം പോസ്റ്റ് ഓഫീസുകളും 5.5 ലക്ഷം ജീവനക്കാരുമായി വ്യാപിച്ചു കിടക്കുന്ന തപാൽ വകുപ്പിന്റെ സർവനാശമായിരിക്കും കമ്പനിവൽക്കരണത്തിലൂടെ സംഭവിക്കുകയെന്നും സംയുക്ത സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു. 2.5 ലക്ഷം GDS ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ അനുവദിക്കാതെ കടുത്ത ചൂഷണത്തിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പണിമുടക്ക് നടത്തുന്നതോടെ തപാൽ മേഖല സ്തംഭിക്കും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചെറുവത്തൂർ കാരി വഞ്ഞങ്ങാട് പുഴയ്ക്ക് കുറുകെയുള്ള വഞ്ഞങ്ങാട് പൊള്ളനടപ്പാലം തകർന്നു. പാലത്തിലൂടെ ആളുകൾ കടന്നു പോകവെയായിരുന്നു അപകടം. 5 പേർ പുഴയിൽ വീണുവെങ്കിലും പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വഞ്ഞങ്ങാട്ട് ഭാസ്കരൻ, ശ്രീധരൻ, സുജിത്ത, ശ്രീജിത്ത, രാമചന്ദ്രൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും സാരമായ പരിക്കുകളില്ല. പുഴയിൽ വീണവരെ സമീപത്തുണ്ടായിരുന്നവർ ഓടിയെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 11 മണിയോടെയായിരുന്നു അപകടം. കവുങ്ങ്, തെങ്ങ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച നടപ്പാലമാണിത്. 30 വർഷം മുമ്പാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവിടെയൊരു പാലം നിർമ്മിച്ചത്. തുറന്നിങ്ങോട്ട് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തന്നെയാണ് അറ്റകുറ്റപ്പണി നടത്തി വന്നിരുന്നത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ചെറിയ ധനസഹായവും ലഭിച്ചിരുന്നു. വഞ്ഞങ്ങാട് പ്രദേശത്തുള്ളവർക്ക് ചെറുവത്തൂരുമായി ബന്ധപ്പെടാനുള്ള എളുപ്പ മാർഗമായിരുന്നു ഇത്. പാലം തകർന്നതോടെ കിലോമീറ്ററുകൾ ചുറ്റിത്തിരിഞ്ഞ് കണ്ണങ്കൈ, മടക്കര പാലങ്ങളിലൂടെ വേണം ഇവർക്ക് മറുകരയെത്താൻ. ഈ പാലത്തിന് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ട് നമുക്കര ഈ കഴുങ്ങും എന്തെങ്കിലും മുറിക്കാനുണ്ടാവുക നോക്കാൻ വേണ്ടി ഞങ്ങൾ 4 ചേർത്ത് കടന്നു പോകുമ്പോൾ ഈ പാലം പെട്ടെന്ന് അതിൻ്റെ അടിയിലെ തൂണ് പൊട്ടി ഞങ്ങൾ പുഴയിലേക്ക് 2 ആൾ പുഴയിലേക്ക് ബാക്കി 3 ആൾക്ക് പിന്നെ അപകടം സംഭവിക്കും. ചെറിയ പരിക്ക്, ആശുപത്രിയിലും കിടന്നിരുന്നില്ല, ചെറിയ പരിക്കുണ്ടായിരുന്നു. അപ്പോൾ
ഈ പാലം നമുക്കിനി കടക്കണമെങ്കിൽ കിലോമീറ്ററോളം താങ്ങിയിട്ട് കണ്ണങ്കൈ പാലം കടന്നിട്ട് വളരെ മടക്കര പാലം കടന്നിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. അപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികൾ ബാക്കി ഇടിയിലെ ഈ വഞ്ഞങ്ങാട് പ്രദേശത്തില്ലവരെല്ലാം തൊഴിലാളികളാണ്. മറുകര കടക്കാണ്ട് തൊഴിലെടുക്കാൻ വേണ്ടി കഴിയില്ല. നിലവിലുള്ള നടപ്പാലത്തിന് പകരം റോഡ് പാലം നിർമ്മിക്കാൻ 2014 വഞ്ഞങ്ങാട് പുഴയിൽ ബോറിംഗ് പ്രവൃത്തി നടത്തിയിരുന്നുവെങ്കിലും തുറന്ന പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ ബന്ധപ്പെട്ടവർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവവും ലക്ഷദ്വീപ സമർപ്പണവും നടന്നു. ലക്ഷദ്വീപ സമർപ്പണത്തിന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മലബാറിലെ വാമനാവതാര സങ്കല്പ ആരാധനയുള്ള ഏകക്ഷേത്രമായ കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. ക്ഷേത്രം തന്ത്രി ഇരവിൽ കേശവൻ നമ്പൂതിരിക്കും ശബരിമല മുൻമേൽശാന്തി ഗോശാല വിഷ്ണുവാസുദേവൻ നമ്പൂതിരിക്കും സ്വീകരണം നൽകി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന സ്വീകരണത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ഇരവിൽ കേശവൻ നമ്പൂതിരിയും ഗോശാല വിഷ്ണുവാസുദേവൻ നമ്പൂതിരിയും ആദിദീപം പകർന്നു. തുടർന്ന് ഗോവിന്ദനാമ സങ്കീർത്തനം മുഴങ്ങിയ അന്തരീക്ഷത്തിൽ ലക്ഷദ്വീപാർച്ചന നടന്നു. ദീപപ്രഭയിൽ കുളിച്ച കൊടവലത്തപ്പനെ ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ലക്ഷദ്വീപപ്രഭയിൽ ക്ഷേത്ര പരിസരം ഭക്തിയിലലിഞ്ഞു. തുടർന്ന് അന്നദാനവും നടന്നു. അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പെരുങ്കളിയാട്ടത്തിന് തുടക്കമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി. അരനൂറ്റാണ്ടിന് ശേഷം നടക്കുന്ന അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പെരുങ്കളിയാട്ടത്തിന് തുടക്കമായി. തൊണ്ടച്ചൻ ധർമ്മദൈവം പഞ്ചുരുളി കല്ലുരുട്ടി തെയ്യങ്ങൾ കെട്ടിയാടി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ കളിയാട്ടം ദർശിക്കാനെത്തി. പള്ളോട്ട് ഭഗവതിയമ്മ ദേവസ്ഥാനത്ത് നവീകരണ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവത്തിന് സമാപനം. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തി. 5 ദിവസങ്ങളിലായി നടന്ന പള്ളോട്ട് ഭഗവതിയമ്മ ദേവസ്ഥാനത്തെ നവീകരണ ബ്രഹ്മകലശ കളിയാട്ട മഹോത്സവം ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ സമാപിച്ചു. പന്നിക്കുളത്ത് ചാമുണ്ടിയമ്മ, രക്തചാമുണ്ടി, വിഷ്ണുമൂർത്തി, പള്ളോട്ട് ഭഗവതി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. തുടർന്ന് അന്നദാനവും നടന്നു. താജ്മഹൽ എക്സ്പോ പ്രദർശനം ആരംഭിച്ചു. ചെർക്കള ഇന്ദിരാനഗറിൽ നടക്കുന്ന എക്സ്പോയിൽ ലോകോത്തര നിലവാരമുള്ള വിജ്ഞാന വിനോദോപാധികൾ ഒരുക്കിയിരിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ദിരാനഗറിൽ ആരംഭിച്ചിരിക്കുന്ന താജ് എക്സ്പോയിൽ ലോകോത്തര നിലവാരത്തിലുള്ള 25-ൽ പരം അമ്യൂസ്മെന്റ് റൈഡുകളും കൺസ്യൂമർ എക്സ്പോ, എന്റർടൈൻമെന്റ്, ഫുഡ് കോർട്ട്, ഈവന്റ് ആൻഡ് പ്രോഗ്രാംസ് തുടങ്ങിയവയും നിരവധി വിജ്ഞാനോപാധികളും ഒരുക്കിയിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9:30 വരെയാണ് പ്രദർശന സമയം. വിവിധ സ്ഥലങ്ങളിലെ പ്രദർശനത്തിന് ശേഷമാണ് എക്സ്പോ കാസർഗോഡ് എത്തിയിരിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ ഇന്ത്യയിലെ ഒരേ സമയത്ത് ഇപ്പോൾ വിശാഖപട്ടണം നടക്കുന്നുണ്ട്, ബാംഗ്ലൂരുണ്ട്, കാലിക്കട്ടുണ്ട്, കാസർഗോഡ്, ഇങ്ങനെ വിവിധ ഭാഗങ്ങളിൽ ഒരേ സമയത്ത് 7 എക്സിബിഷൻ യൂണിറ്റാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയകൾ ഞങ്ങൾ എക്സിബിഷനിൽ കൊണ്ടുവരും പബ്ലിക് അട്രാക്ഷന് വേണ്ടി. അതൊന്ന് താജ്മഹൽ, 7 വണ്ടേഴ്സ്, ടൈറ്റാനിക്, അങ്ങനെയുള്ള വലിയ വലിയ ഒരു ഗേറ്റുകൾ ഞങ്ങൾ ഇത് ചെയ്യുക. അതുകൂടാതെ കൂടുതൽ അമ്യൂസ്മെൻറ്റ് റൈഡ്സ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇമ്പോർട്ടഡ് അമ്യൂസ്മെൻറ്റ് കൊണ്ടുവന്നത് ഞാനാണ്. മാനേജ്മെന്റ് അധികൃതരായ AK നായർ, അർജുനൻ താലങ്ങാടി, മുഹമ്മദ് ദിൽഷാ, CG ടോണി, കുഞ്ഞി വിദ്യാനഗർ, ഉമേഷ് അണങ്കൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ കോൺഗ്രസ് സമരം തുടങ്ങി. വിവിധ കേന്ദ്രങ്ങളിൽ ധർണാ സമരം തുടങ്ങി. കാഞ്ഞങ്ങാട് നഗരത്തിൽ ട്രാഫിക് യൂണിറ്റ് നിലവിൽ വന്നു. റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് കൗണ്ടർ തുറന്നു. ലോട്ടറി മേഖലയെ സംരക്ഷിക്കണമെന്ന് ആവശ്യം. ലോട്ടറി സംരക്ഷണ സമിതി ധർണാ സമരം നടത്തി.
സ്ഥിരം അധ്യാപകരെ നിയമിക്കാത്തതിൽ പ്രതിഷേധം. നഴ്സിംഗ് വിദ്യാർത്ഥികൾ സമരം തുടങ്ങി. ബിജെപി ജില്ലാ പ്രസിഡന്റ് സുരേഷ് കുമാർ ഷെട്ടി നയിക്കുന്ന രാഷ്ട്രീയ പ്രചരണ ജാഥയ്ക്ക് കാഞ്ഞങ്ങാട്ട് സ്വീകരണം. കൊടവലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ലക്ഷദ്വീപ സമർപ്പണം ഭക്തിയുടെ നിറവിൽ നടന്നു. അടിയാർക്കാവ് കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് പെരുങ്കളിയാട്ടത്തിന് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.